നമസ്കാരം, ഞാൻ സിജു രാജൻ. ബിസിനസ് ആരംഭിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് അറിയേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഈ ചാനലിനകത്തുള്ള മിക്കവാറും കാര്യങ്ങളെല്ലാം അറിയേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് കമ്പനി ഫോർമേഷൻ എങ്ങനെ ആവണം എന്നുള്ളത്. അതൊരു LLP ആയിട്ട് ചെയ്യണോ, പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് ചെയ്യണോ? പലർക്കുമുള്ള കൺഫ്യൂഷനാണ് ഈ രണ്ട് സാധനങ്ങൾ, LLP, പ്രൈവറ്റ് ലിമിറ്റഡ്. പിന്നെ ചിലർ LLC വേണോ, പ്രൈവറ്റ് ലിമിറ്റഡ് വേണോ, LLP വേണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണ്, അതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഒന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, മറ്റൊന്ന് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. LLC എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയാണ്. അത് പുറത്ത് UAE നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ്. ഇന്ത്യയിലെ രജിസ്ട്രേഷൻ അതിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, ഇവ രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. രണ്ടും ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, രണ്ടിലും ലിമിറ്റഡ് ഉണ്ട് അല്ലേ. സോ ലിമിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാധ്യത, നിങ്ങളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ദാറ്റ് ഈസ്, നിങ്ങൾ എത്രയാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അത്ര മാത്രമേ നിങ്ങൾക്ക് ബാധ്യത വരുന്നുള്ളൂ. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡോ LLP സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. നിങ്ങളതിൽ ഓരോ ആൾക്കാരും ഓരോ ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു കേസ് കൊടുക്കുകയാണ്, 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എതിരെ കേസ് കൊടുക്കുകയാണ്. എന്ത് സംഭവിക്കും? നിങ്ങൾ എനിക്ക് 3 ലക്ഷം രൂപ തരണോ? വേണ്ട. നിങ്ങൾ എത്രയാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ വാല്യൂ എത്രയാണോ ആ എമൗണ്ട് വരെ മാത്രമേ എനിക്ക് എടുക്കാനായിട്ടുള്ള റൈറ്റ് വരുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം + 1 ലക്ഷം 2 ലക്ഷം രൂപ വരെ മാക്സിമം. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ലിമിറ്റഡ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊന്നാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈവൻ +2 കൊമേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണത്. ഈ ലിമിറ്റഡ് ലയബിലിറ്റി എന്താണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് എന്താണെന്നുള്ളത്. പക്ഷേ എഗെയിൻ ഞാൻ കുറച്ചുകൂടെ നമ്മുടെ ബിസിനസ്സൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക നിയമമുള്ള ഒരു എൻറ്റിറ്റിയാണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡും LLPയും. അതായത് ഞാൻ ഒരാളെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ എനിക്കെതിരെ എടുക്കുന്ന ആ ഒരു നിയമമല്ല കമ്പനി ഒരാളെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുന്നത്. അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ നിയന്ത്രിക്കുന്നത് കമ്പനീസ് ആക്ട് 2013 ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLPയെ നിയന്ത്രിക്കുന്നത് LLP ആക്ട് 2008. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കമ്പനീസ് ആക്ടും ഒപ്പം തന്നെ LLP ആക്ടും, ഇതിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്. ഇനി ഈ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിലും LLP ആണെന്നുണ്ടെങ്കിലും മിനിമം അതിൽ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ കമ്പനി ഫോം ചെയ്യാനായിട്ട് മിനിമം 2 ഡയറക്ടേഴ്സ് വേണം ഫോർ പ്രൈവറ്റ് ലിമിറ്റഡ്. പ്രൈവറ്റ് ലിമിറ്റഡിൽ നമ്മൾ ഡയറക്ടേഴ്സ് എന്നാണ് പറയുന്നത്, LLPയിലെ പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത്. സോ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർഷിപ്പ് LLPയിൽ വേണം. ഒപ്പം തന്നെ പ്രൈവറ്റ് ലിമിറ്റഡിൽ 2 ഡയറക്ടേഴ്സ് വേണം. ഇനി പ്രൈവറ്റ് ലിമിറ്റഡിൽ മാക്സിമം 200 മെമ്പേഴ്സ് വരെ ആവാം. 200 മെമ്പേഴ്സ് വരെ പ്രൈവറ്റ് ലിമിറ്റഡിലാവാം. LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ മാക്സിമം എന്ന് പറയുന്ന ലിമിറ്റ് ഇല്ല. രണ്ടിലും മിനിമം 2 ആണ്. മാക്സിമം എന്ന് പറയുന്നത് LLPയിൽ ഇല്ല, പ്രൈവറ്റ് ലിമിറ്റഡിൽ 200 ആണ്, 200 പേര്. ഇനി എത്ര രൂപയാണ് നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ക്യാപിറ്റലായിട്ട് എത്ര രൂപ കാണിക്കണം, അതിനെന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ? രണ്ടിലും അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 10,000 രൂപ കാണിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ലക്ഷം രൂപയോ 1 കോടി രൂപയോ 2 കോടി രൂപയോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ ഒരു ലിമിറ്റ് എന്ന് പറയാനായിട്ട് രണ്ടിലുമില്ല. ഈ പ്രൈവറ്റ് ലിമിറ്റഡിലാണെങ്കിലും LLPയിലാണെങ്കിലും മിനിമം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര വേണമെന്നുള്ള ലിമിറ്റ് ഇല്ല. 10,000 എങ്കിൽ 10,000 നിങ്ങൾക്ക് കാണിക്കാം. ഇനി ഇവ രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഒരു എക്സാമ്പിളൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കേസ് എടുക്കാം. പ്രൈവറ്റ് ലിമിറ്റഡിൽ ഞാനും നിങ്ങളും തമ്മിൽ ചേർന്നിട്ടാണ് കമ്പനി ഫോം ചെയ്തിട്ടുള്ളത്. മൊത്തം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ഞാൻ 40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ 60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും അതിൽ ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരേ എഫേർട്ട് നമ്മളതിൽ എടുക്കുന്നുണ്ട്. ലാഭം കിട്ടി, 1 ലക്ഷം രൂപ നമുക്ക് ലാഭം കിട്ടിയെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് നമ്മൾ അത് വീതിച്ചെടുക്കേണ്ടത്? ഞാൻ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന് ഈക്വൽ ആയിട്ടുള്ള പ്രൊപ്പോർഷൻ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഞാൻ 40,000 രൂപയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40%, നിങ്ങൾ 60%. അതായത് 1 ലക്ഷം രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അത് 40:60 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്തെടുക്കേണ്ടത്. എനിക്ക് എത്ര രൂപ? 40,000 രൂപ, നിങ്ങൾക്ക് 60,000 രൂപ. ഒരുപക്ഷെ അതിൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുണ്ടാവുക, പക്ഷേ എനിക്കതിന് 40,000 രൂപ കിട്ടത്തുള്ളൂ. ബിക്കോസ് എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. നഷ്ടമാണെന്നുണ്ടെങ്കിലും സെയിം ആണ്. ആ നഷ്ടം, 1 ലക്ഷം രൂപ നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിൽ 60,000 രൂപ നിങ്ങൾ വഹിക്കണം, 40,000 രൂപ ഞാനായിരിക്കണം വഹിക്കേണ്ടത്. പക്ഷേ LLPയുടെ കേസിൽ അങ്ങനെയല്ല. LLPയുടെ കേസിൽ LLPയെ ലീഡ് ചെയ്യുന്നത് LLP ആക്ട് 2008.
അതുപ്രകാരം ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് ഇവിടെ കണക്കാക്കുന്നില്ല. ഒരുപക്ഷെ ഞാൻ 10,000 രൂപയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങൾ 90,000 രൂപയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ രണ്ടുപേരും ഈക്വലായിട്ട് പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആവശ്യപ്പെടുകയാണ്, എനിക്ക് 60% ഇതിൽ നിന്ന് ലാഭം വേണം, 40% നിങ്ങൾ എടുത്താൽ മതി. ഈ ഒരു കരാർ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ LLP എഗ്രിമെൻറ്റിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ ഒരു കരാർ ഉള്ളിടത്തോളം കാലം അവിടെ എനിക്ക് 60% കിട്ടും. ഞാൻ 10,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ എനിക്ക് 60% ലാഭം എടുക്കാൻ കഴിയും, നിങ്ങൾക്ക് 40% ലാഭം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇവർ രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ വരുന്നത്. എൻ്റെ LLPയിൽ നമ്മൾ ഡീഡിൽ എന്താണോ അല്ലെങ്കിൽ LLP എഗ്രിമെൻറ്റിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ വരുന്നത്. ഇതേ തന്നെയാണ് വോട്ടിങ്ങിൻ്റെ കേസിലും വരുന്നത്. ഇപ്പോൾ കമ്പനിക്ക് ഒരു മെയിനായിട്ടൊരു ഡിസിഷൻ എടുക്കണം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇപ്പോൾ ഞാനതിൽ 30% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ 70% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 70% ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്കാണ് അതിൽ കൂടുതൽ വോട്ടിംഗ് റൈറ്റ് ഉള്ളത്. സോ നിങ്ങൾക്ക് അതിൽ ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയും. പക്ഷേ LLPയുടെ കേസിൽ അങ്ങനെയല്ല. LLPയിൽ ഇപ്പോൾ ഒരു 3 പേരാണെന്ന് വിചാരിക്കുക. 3 പേരിൽ ഒരാൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റേ ആൾ 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് മൂന്നാമത്തെ ആൾ 70,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 10,000 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കും 20,000 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കും 70,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കും ഓരോ വോട്ട് വെച്ചിട്ടായിരിക്കും കിട്ടുന്നത്. അതിൽ 2 പേര് യെസ് എന്ന് പറഞ്ഞു, ഒരാൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യെസ് ആയിരിക്കും നടക്കുന്നത്. ഈവൻ 70,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ നോ എന്ന് പറഞ്ഞു എങ്കിലും ഈ ബാക്കി 2 പേരുടെയും 10,000 പ്ലസ് 20,000 30,000 രൂപ ആ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതേ നടക്കത്തുള്ളൂ. കാരണം ഈക്വലാണ് അവിടെ വോട്ടിംഗ് വരുന്നത്. ഇനി മീറ്റിംഗ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഇയർലി നമ്മൾ 4 മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം. പക്ഷേ LLPയിൽ അങ്ങനെ നിബന്ധനകളൊന്നുമില്ല, മീറ്റിംഗ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ 2-ലാണെന്നുണ്ടെങ്കിലും ആനുവൽ കംപ്ലയിൻസസ് ഡെഫിനറ്റ്ലി വരും. വർഷം തോറും നമ്മളത് കംപ്ലയിൻസസ് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആനുവൽ റിട്ടേൺ വിത്ത് ROC നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. അതിൽ ഫോം AOC 4ഉം ഒപ്പം തന്നെ MGT 7ഉം ആണ് ചെയ്യേണ്ടത്. ആൻഡ് LLPയിലാണെന്നുണ്ടെങ്കിൽ LLP ഫോം 8ഉം ഒപ്പം തന്നെ ഫോം 11ഉമാണ് നമ്മൾ ഇയർലി ചെയ്യേണ്ടത്. ആൻഡ് ആൾസോ KYC അപ്ഡേഷൻ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ആർക്കാണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് ബെനിഫിറ്റ് ചെയ്യുന്നത്, ആർക്കാണ് LLP ബെനിഫിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ പുറത്തുനിന്ന് ഒരുപാട് ഷെയർസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്കാ കോർപ്പറേറ്റ് ലെവലിൽ ആ ബിസിനസ് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പോൾ LLP ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ മാത്രമേ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. പ്രൈവറ്റ് ലിമിറ്റഡിൽ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ലിമിറ്റേഷൻ അതിനകത്ത് വരുന്നില്ല. നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരുപാട് ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ബെറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ അതിലെ ഒരു 51% ഷെയർസും നിങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടാവണം. ബാക്കി 49% ഷെയർസ് മാത്രമേ നിങ്ങൾ പുറത്തേക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ അധികാരം വിട്ടുപോകുമല്ലോ. കാരണം എത്ര ഇൻവെസ്റ്റ് ചെയ്തു അതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും അതിൽ വോട്ടിംഗ് റൈറ്റ് വരുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ അടുത്തുള്ള സുഹൃത്തുക്കൾ മാത്രമായിട്ട് ചേരുകയാണെങ്കിൽ, ഫാമിലി മെമ്പേഴ്സ് മാത്രം ജോയിൻ ചെയ്തിട്ട്, ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അടുത്ത 2 സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ബിസിനസ് റൺ ചെയ്യുന്നതെങ്കിൽ അവിടെ ഏറ്റവും ആപ്റ്റ് LLP തന്നെയാണ്. കാരണം അവിടെ വലിയ രീതിയിൽ കോൺഫ്ലിക്റ്റ് വരാനായിട്ടുള്ള സാധ്യതയില്ല. സോ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് തന്നെയായിരിക്കും. പിന്നെ പൊതുവേ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന സമയത്ത് ഒരു ഗമയുണ്ട്. LLP എന്ന് പറയുന്ന സമയത്ത് ആരും അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റീസൺ കൊണ്ട് പലരും പ്രൈവറ്റ് ലിമിറ്റഡ് ചൂസ് ചെയ്യാറുണ്ട്. കാരണം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണല്ലോ എന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു ഗമയുണ്ടല്ലോ. ആ ഒരു കാര്യം കൊണ്ട് പലരും ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ചൂസ് ചെയ്യാറുണ്ട്. സോ ഈ പ്രൈവറ്റ് ലിമിറ്റഡും LLPയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ, റൈറ്റ്? സോ ഇനി മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.